മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 22/7/1999 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. വിശാഖമാണ് നക്ഷത്രം. വിശാഖം 2-ാം പാദം. കന്നി ലഗ്നം. ലഗ്നത്തിൽ ഗുളികൻ. 2-ൽ ചന്ദ്രൻ കുജൻ. 3-4 ഭാവങ്ങൾ ശൂന്യം. 5-ൽ കേതു. 6-7 ഭാവങ്ങൾ ശൂന്യം. 8-ൽ ഗുരു ശനി. 9-10 ഭാവങ്ങൾ ശൂന്യം. 11-ൽ സൂര്യൻ രാഹു ബുധൻ. 12-ൽ ശുക്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടും സന്താനഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥ എന്താകുമെന്ന ഉത്കണ്ഠയെ ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ കോൺടാക്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ ഈ രണ്ട് കാര്യങ്ങൾക്കും ഒരല്പം ബുദ്ധിമുട്ട് ഉണ്ടായ ശേഷം മാത്രമേ അദ്ദേഹത്തിന് അത് ഗുണകരമാകത്തക്ക രീതിയിൽ മാറുകയുള്ളൂ. പൊതുവേ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ലഗ്നത്തിൽ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ ഭാഗ്യം, നേട്ടം, ഉയർച്ച പോലെയുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ അല്ലെങ്കിൽ ഡിലേ, കാലതാമസം പോലെയുള്ള അനുഭവങ്ങൾ വരുത്താം. അതേപോലെ ലഗ്നാൽ 5-ൽ കേതു, സന്താനസ്ഥാനത്ത്, മനസ്സിൻ്റെ സ്ഥാനത്ത്, അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാമത്തെ ദൃഷ്ടി. അപ്പോൾ ഇത് രണ്ടും തന്നെ സന്താനഭാഗ്യമെന്ന് പറയുന്ന അവസ്ഥയെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുന്നതിന് ഒരു കാരണം തന്നെയാണ്. ഉപരി 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി 8-ൽ നീചനായി മേടത്തിൽ നിൽക്കുന്നു, 7ാം ഭാവാധിപനായിട്ടുള്ള വ്യാഴത്തോടൊത്ത്. ഇവിടെ ഈ 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം നീചനായ ശനിയോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വിവാഹം വൈകുന്ന ആളുകൾ ധാരാളമായി വിളിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ശനി 2025 ജൂൺ 27 തൊട്ട് ഇങ്ങോട്ട് ശനിയിൽ ഗുരു നടക്കുകയാണ്. ശനി ദശയാണ് പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് നടന്നു. പക്ഷേ ഇവിടെ 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചനായി നിൽക്കുമ്പോൾ അതിൻ്റെ നീചം എന്ന് പറയുന്ന അവസ്ഥ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ, വൈകുക, തടസ്സം, അതല്ല എങ്കിൽ മരുന്ന് കഴിച്ചാൽ ഏൽക്കാത്ത അവസ്ഥ, എന്തെങ്കിലുമൊക്കെ നീചത്വം ഉണ്ടായി അതിനെ ഭംഗം ചെയ്തിട്ട് വേണം അതിന് പോസിറ്റീവാക്കി മാറ്റാനായിട്ട്. ഒരല്പം സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അവിടെ ഈ 5-ൽ നിൽക്കുന്ന കേതു രാഹു തടസ്സം വയ്ക്കും. ലഗ്നത്തിലെ ഗുളികനും അതിന് കാലതാമസത്തെ വരുത്തും. അപ്പോൾ ലഗ്നത്തിലെ ഗുളികന് വേണ്ടുന്ന പരിഹാരം നിർബന്ധമായും എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 1. 2, ഈ 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് വ്യാഴത്തോടൊത്താണ്. അപ്പോൾ കൃത്യമായിട്ട് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിനെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കുമെന്നൊരർത്ഥം ഇവിടെ തന്നെ ഉണ്ട്. ഉപരി ഈ ശനി നീചഭംഗ രാജയോഗം കൊടുക്കുന്ന ശനിയാണ്. നീചഭംഗ രാജയോഗത്തെക്കുറിച്ച് എന്താണ്, ഓരോ ഗ്രഹത്തെ കൊണ്ടും നീചഭംഗ രാജയോഗം വരാറുണ്ട് പല ഗ്രഹനിലകളിൽ. അത് പറഞ്ഞിട്ടുണ്ട് മുൻപ് വീഡിയോകളിൽ. എന്നാൽ ഒന്നുകൂടെ പറയാം. ഇവിടെ ശനി നീചഭംഗം ചെയ്തു നിൽക്കുന്നു, നീചനായി നിൽക്കുന്നു. അത് ഭംഗം വരുന്നത് 7ാം ഭാവാധിപൻ 8-ൽ നിൽക്കുന്നു, ശനി നീചനായി നിൽക്കുന്നു. കുജൻ, അതിൻ്റെ അധിപൻ, മേടത്തിൻ്റെ അധിപൻ ചന്ദ്രൻ്റെ കേന്ദ്രഭാവങ്ങളിൽ വരണം. 1, 4, 7, 10. ഇവിടെ കുജൻ നിൽക്കുന്നത് ചന്ദ്രനോടൊത്ത് മഹായോഗങ്ങളിലൊന്നായിട്ടുള്ള വലിയ പബ്ലിസിറ്റി പേരും ഇല്ലാത്തൊരു യോഗമാണ് ശശിമംഗള യോഗം. ശശിമംഗള യോഗം പ്രത്യേകിച്ചും ധനസ്ഥാനത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പണം ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കും. മേഖലകൾ ഏതായാൽ തന്നെയും വിവിധ മേഖലകളിൽ നിന്ന് പണം കയ്യിലേക്ക് ധാരാളമായി സമൃദ്ധമായി ഒഴുകി എത്തുക തന്നെ ചെയ്തേ പറ്റൂ. വളരെ പവർഫുള്ളാണ് ശശിമംഗള യോഗം. അത് ജയലളിത, വിജയ്, മോഹൻലാൽ പോലെയുള്ള ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു യോഗം തന്നെയാണ് ശശിമംഗള യോഗം. അവർക്കത് വേറെ പല രൂപങ്ങളിലാണ് നിൽക്കുന്നത്. ഇത് ധനസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന 2 കാര്യങ്ങളുണ്ട്. 1, ഈ ശശിമംഗള യോഗം ഉണ്ടെങ്കിലും അവിടെ ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ ഈ ഗുളികനെ ഒതുക്കുക അല്ലെങ്കിൽ പരിഹാരം ചെയ്യുക എന്നത് ഒരു അത്യാവശ്യം തന്നെയാണ്. അതിനനുസരിച്ച് ധനസ്ഥാനം ആക്റ്റീവാകും. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് വരുന്നു, വളരെ നല്ലതാണ്. കുജനിലേക്ക് വരുന്നു, വളരെ നല്ലതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടുന്നത് ശനിയുടെ 7ാമത്തെ ദൃഷ്ടി വരുന്നു. അത് 2-ൽ, അതായത് തുലാത്തിലെത്തുമ്പോൾ ഉച്ചദൃഷ്ടിയാണ്. പക്ഷേ അവിടെ കുജൻ നിൽക്കുന്നത് കൊണ്ട് ചെറിയ നെഗറ്റിവിറ്റി ഉണ്ടാവാം. എന്നിരുന്നാൽ തന്നെയും തത്വത്തിൽ ശശിമംഗള യോഗം അത് വർക്കാകുക തന്നെ ചെയ്യും എപ്പോഴായാലും. പ്യൂർലി നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ സന്താനഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകും. 1, നീചഭംഗ രാജയോഗം കൊടുക്കുന്ന ശനിയാണ്. 2, വ്യാഴത്തോടൊത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഭാഗ്യം ലഭിക്കും. പക്ഷേ ഒരല്പം നീചത്വം അനുഭവിച്ച് ബുദ്ധിമുട്ടിയ ശേഷം മാത്രമേ അതുണ്ടാവുള്ളൂ. അല്പം കാലതാമസം എടുക്കുമെന്ന് സാരം. വൈദ്യസഹായം നിർബന്ധമായും തേടുക. ഉപരി പരിഹാരങ്ങളും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളും നിർബന്ധമായും ചെയ്ത് പോയേ പറ്റൂ. അതുപോലെ തന്നെ 7ാം ഭാവാധിപൻ വ്യാഴം പൊതുവെ നീചനായ ശനിയോടൊത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ വിവാഹം വൈകുന്ന പ്രക്രിയ നടക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് പക്ഷേ അവിടെ സംഭവിച്ചില്ല. വിവാഹം നേരത്തെ കൂട്ടി തന്നെ നടന്നു. കാര്യം
ഏഴാം ഭാവാധിപൻ ശനിയോടൊത്ത് നിൽക്കുകയും ശനിദശ നടക്കുകയും ചെയ്തു. അത് രാജയോഗം കൊടുക്കുന്ന ശനി ആയതുകൊണ്ട് തന്നെ വിവാഹം നടന്നു. പക്ഷേ അവിടെ അടുത്ത പിടുത്തം പിടിച്ചത് ഈ അഞ്ചാം ഭാവാധിപനെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല, വിവാഹശേഷവും അല്പം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ശനി ആയതുകൊണ്ടും കട്ടി സ്വഭാവമുള്ള ഗ്രഹമായതുകൊണ്ടും കുജൻ്റെ 7ാം ദൃഷ്ടി ഉള്ളതുകൊണ്ടും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം. ശുക്രൻ 12ലാണ്, വിവാഹകാരക ഗ്രഹം ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്. സോ ഒരല്പം ശ്രദ്ധ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ വന്നാൽ തന്നെ വേഗത്തിൽ അത് പരിഹരിക്കത്തക്ക രീതിയിലുള്ള പ്രായോഗികമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. പരിഹാരങ്ങൾ അതിനുവേണ്ടി ഉണ്ടെങ്കിൽ ചെയ്തും പോകാൻ ശ്രദ്ധിക്കുക. ഒന്നും ചെയ്യാതിരുന്ന് ഏറ്റവും അറ്റത്തെത്തുന്നത് വരെ വച്ചുകൊണ്ടിരുന്നിട്ട് പിന്നീട് പരിഹരിക്കാൻ നടക്കുന്നതിനേക്കാൾ ഉപരി ആദ്യമേ തന്നെ ഒരല്പം കരുതലോടുകൂടി പോകുന്നതാണ്. ഈ ശശിമംഗള യോഗം വളരെ നോട്ട് ചെയ്യേണ്ടുന്നൊരു യോഗമാണ്. അധികം ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾ പോലെയുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ പരിഗണനയൊന്നും കൊടുക്കാത്തൊരു യോഗമാണ്. പക്ഷേ അതിശക്തമായിട്ടുള്ള യോഗമാണ് ശശിമംഗള യോഗം എന്ന് പറയുന്നത്. ശക്തനാണ് എന്ന് വെച്ചാൽ ശ്രമിച്ചാൽ ഇദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ അതിസമ്പന്നനാകാനുള്ള ഒരവസ്ഥ വരെ ഈ ഗ്രഹനിലയിൽ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ജോലി അന്വേഷിക്കുകയാണ്. നീചഭംഗ രാജയോഗം ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ശനി പ്രത്യേകിച്ചും 10ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരല്പം ചിട്ടവട്ടം പഠിപ്പിച്ച ശേഷമേ ശനി അവിടെ ഗുണം ചെയ്യുകയുള്ളൂ. ഗുണം ചെയ്യും തീർച്ചയാണ്, പക്ഷേ ഒരല്പം വൈകിക്കും. 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ 11ൽ ലാഭസ്ഥാനത്ത് സൂര്യനോടൊത്ത് നിൽക്കുന്നു. രാഹു ഉണ്ട്, എന്നിരുന്നാൽ തന്നെയും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ശുക്രൻ 12ലാണെന്ന് പറഞ്ഞു. എന്നാൽ വ്യാഴത്തിൻ്റെ 3, 5ാം ദൃഷ്ടി അവിടേക്ക് വരുന്നത് കൊണ്ട് ഗുളികൻ്റെ നെഗറ്റിവിറ്റിയെ കുറയ്ക്കാൻ, ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടി വഴി വരുന്ന നെഗറ്റിവിറ്റിയെ കുറയ്ക്കാൻ സാധിക്കും. എന്നാലും ഒരു ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. ഇത് ഒരർത്ഥത്തിൽ നോക്കിയാൽ വളരെ നല്ല ഗ്രഹനിലയാണ്. 1-2 കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ധാരാളം ഗുണം ഈ വ്യക്തിക്ക് കിട്ടുന്ന പാറ്റേണിൽ വരുന്ന ഒരു ഗ്രഹനില തന്നെയാണ്. പ്രത്യേകിച്ച് നീചഭംഗ രാജയോഗമൊക്കെയുള്ള ആളുകളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ ധാരാളം രാഷ്ട്രീയക്കാർക്കൊക്കെ കാണാൻ സാധിക്കും. ഒന്നുമല്ലാതെ വളരെ ചെറിയ രീതിയിൽ കഷ്ടപ്പെട്ട് കിട്ടേണ്ടുന്ന സ്ഥാനങ്ങളെല്ലാം മാറി നഷ്ടപ്പെട്ട് അത് മറ്റുള്ള ആളുകൾ കൊണ്ടുപോയി പിന്നീടൊരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും രീതിയിൽ പിടിച്ചു കയറി അത്യുന്നതങ്ങളിലെത്തി അതിസമ്പന്നരൊക്കെ ആവുന്ന ആളുകൾ, ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, സിനിമാക്കാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നീചഭംഗ രാജയോഗം വളരെ പ്രകടമായി കാണാൻ സാധിക്കും. വളരെ പവർഫുള്ളായിട്ടുള്ള യോഗം തന്നെയാണ് നീചഭംഗ രാജയോഗം എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നീചം വന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ വീർപ്പ് മുട്ടിച്ച് അതിനെ ഭംഗം വരുത്തിയിട്ടേ അത് രാജയോഗമായിട്ട് മാറുകയുള്ളൂ. നീചഭംഗ രാജയോഗമുണ്ട് എന്ന് കരുതി ആദ്യമേ തന്നെ അത് വർക്കാകുമൊന്നുമില്ല. ആദ്യം വളരെ സ്ട്രഗിൾ ചെയ്യത്തക്ക രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ കൊടുത്ത് അതിൽ നിന്ന് പിന്നീട് ഉയരങ്ങളിലെത്തിക്കുന്ന ഒരു രീതിയാണ് നീചഭംഗ രാജയോഗം എന്ന് പറയുന്ന അവസ്ഥ പൊതുവെ ആളുകൾക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, പോസിറ്റീവായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ശനിദശ നടക്കുകയും ചെയ്യുന്നു. കൃത്യമായിട്ട് നീക്കിക്കഴിഞ്ഞാൽ ധാരാളം ഗുണം, നേട്ടം, മെച്ചം, ലാഭമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും. അതേപോലെ തന്നെയാണ് ധനസ്ഥാനത്ത് നിൽക്കുന്ന, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ചന്ദ്രൻ, കുജൻ, ധനസ്ഥാനത്തെ ശശിമംഗള യോഗം പറഞ്ഞറിയിക്കാൻ ആവാത്തത്രയും ഗുണം ചെയ്യുന്ന ഒരു യോഗം തന്നെയാണ് എന്ന് തിരിച്ചറിയുക. അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ പരിഹാരം ചെയ്യേണ്ടുന്നത് 5ലെ കേതു രാഹു കോമ്പിനേഷൻ, 5ാം ഭാവാധിപൻ നീചൻ വ്യാഴത്തോടത്ത് പരിഹാരം ചെയ്യണം. ലഗ്നത്തിലെ ഗുളികൻ പരിഹാരം ചെയ്യണം. ഈ 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ അത്യുന്നതങ്ങളിൽ തന്നെ സമ്പത്ത് കൊണ്ടും പെരുമ കൊണ്ടും എത്താനുള്ള സാധ്യത ഈ ഗ്രഹനിലയ്ക്കുണ്ട് എന്നും തിരിച്ചറിയുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ വിശാഖമാണ് നക്ഷത്രം, വ്യാഴദശയിൽ ജനിച്ചു. 2009 വരെ വ്യാഴം, അതിനുശേഷം ശനി 2028 വരെ, അതിനുശേഷം ബുധൻ 2045 വരെ, അതിനുശേഷം 7 കൊല്ലം കേതു 2052 വരെ, ശേഷം 20 കൊല്ലം ശുക്രൻ 2072 വരെ, അതിനുശേഷം സൂര്യൻ, ചന്ദ്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശനിയിൽ ഗുരുവാണ് ഇപ്പോൾ 2025 ജൂൺ തൊട്ട് 2028 ജനുവരി 8-ാം തീയതി വരെ ശനിയിൽ ഗുരു. എങ്ങനെയുള്ള ശനി? നീചഭംഗ രാജയോഗം കൊടുത്തു നിൽക്കുന്ന ശനി. അതിൽ തന്നെ ഗുരുവിൻ്റെ അപഹാരം. കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ വേണ്ടുന്ന വൈദ്യസഹായം എത്തുകയും അത് സന്താനഭാഗ്യം പോലെയുള്ള കാര്യങ്ങൾക്ക് ഗുണപ്രദമായി മാറ്റാനും പറ്റിയ ഒരു സമയത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ശ്രമിച്ചാൽ ജോലിയും 2028 ജനുവരി 8-ാം തീയതിക്ക് മുൻപായിട്ട് കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. ബട്ട് ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികനെ നിർബന്ധമായും പരിഹരിച്ചേ മതിയാവും, ഒതുക്കിയേ മതിയാവും. അതല്ലാതെ ഈ തടസ്സങ്ങൾ അധികരിച്ചിങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനും 10ാം ഭാവാധിപനും ബുധനാണ്. അപ്പോൾ ഗുളിക ഭവനാധിപനായിട്ടുള്ള ബുധനാണെന്ന് വെച്ചാൽ
ബുധൻ്റെ ഭവനത്തിൽ ഗുളികൻ വസിക്കുന്നു. നിർബന്ധമായും പരിഹാരമെടുക്കേണ്ട ഒരു പാറ്റേണിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയും ഈ ലഗ്നവും ഇരിക്കുന്നത്. അത് കൃത്യമായിട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രഹനില കൂടിയാണിത് എന്ന് തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.